ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് ലെച്ചൂസ് മോനൂസ് വേൾഡിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ ഈ ഒരു സാധനം കണ്ടോ, തക്കാളി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിന് എന്തുമാത്രം ഒരു ഗ്ലോയും ഒരു വൈറ്റനിങ്ങും ഒക്കെ കൊണ്ടുവരാം എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫേഷ്യൽ കേട്ടോ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫേഷ്യൽ എന്ന് പറയുമ്പോൾ വലിയ ഐറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വെറും സിമ്പിളായിട്ടുള്ള ഒരു ഫേഷ്യൽ, നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യുന്ന ഒരു ഫേഷ്യലാണേ. അന്നേരം ഒരുപാട് ഞാൻ വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യണം. നമുക്ക് 4 സ്റ്റെപ്പ് ഫേഷ്യലിൻ്റെ ഉണ്ടല്ലോ, ക്ലെൻസിങ്, സ്ക്രബിങ്, ഫേസ് മസാജിങ്, പിന്നെ ഒരു പായ്ക്ക് കേട്ടോ. ഈ 4 സ്റ്റെപ്പ് വളരെ സിമ്പിളായിട്ടുള്ള 4 സ്റ്റെപ്പ് കാണിച്ചിട്ട് ഒരു ഫേഷ്യലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തക്കാളി കേട്ടോ. എന്നിട്ട് ഞാൻ കിച്ചണിൽ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്, ലൈറ്റ് ഇട്ടിട്ടില്ല. പിന്നെ ഇവിടെ ജനൽ തുറന്ന് കുറച്ച് വെട്ടം അടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ അതിൻ്റെ ഒരു ഇതാണ് നമ്മളിതിനകത്ത് കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ തക്കാളി ഉപയോഗിച്ചിട്ട് എത്രമാത്രം നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ കൊണ്ടുവരാമെന്നുള്ളൊരു ഫേഷ്യലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. തക്കാളിയുടെ ഗുണം എല്ലാവർക്കും അറിയാം. തക്കാളി നമ്മൾ കഴിക്കാനായാലും നമ്മുടെ ഫേസിൽ ചുമ്മാ നമ്മൾ റബ്ബ് ചെയ്ത് കൊടുത്താലും നമ്മുടെ ഫേസിനുണ്ടാകുന്ന ഒരു ഗ്ലോ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നൊരു ഫേഷ്യൽ തക്കാളി ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തക്കാളി ഉപയോഗിച്ചിട്ട്. അതിൽ പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് അധികമുണ്ട്. പക്ഷേ ഇത് വെറും 2-3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്കൊരു തക്കാളി ഫേഷ്യൽ ചെയ്യാവേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് പാൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നല്ലതുപോലെ ക്ലെൻസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ തൈര് ഉപയോഗിക്കാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ. ഞാനിപ്പോൾ നോർമൽ വാട്ടർ ഉപയോഗിച്ച് ഫേസ് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ക്ലെൻസിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആവുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താണ്, ഞാൻ നമ്മുടെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ ഫേസ് ഒന്ന് നല്ല പോലെ കഴുകിയിട്ടുണ്ട്. ഞാൻ ഫേസ് വാഷ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ പാലുണ്ടായിരുന്നെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഇത് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ പാൽ ഉപയോഗിക്കുന്നില്ല, ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ ഫേസ് കഴുകിയതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്രബിങ് കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി എടുക്കുക, തക്കാളി പകുതിയായിട്ട് കട്ട് ചെയ്യുക. ഒരു പോർഷൻ നമുക്ക് മാറ്റി വെക്കാം, ഒരു പോർഷൻ നമുക്ക് എടുക്കാം കേട്ടോ. സ്ക്രബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്തോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്, ചെറിയ തരിയുള്ള പഞ്ചസാര. അതിന് പകരം അരിപ്പൊടിയും, നല്ല തരിയുള്ള അരിപ്പൊടി ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫേസിലിട്ട് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാവേ. ചേട്ടാ പഞ്ചസാര ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വേണ്ട ഈ പുറത്തിട്ടിട്ട് നമുക്ക് ഫേസിൽ നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു തക്കാളിക്കകത്തോട്ട് നമ്മൾ പഞ്ചസാര ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡ് രണ്ടും, അതുപോലെ തന്നെ നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഈ ഒരു താടിയുടെ ഈ ഒരു ഏരിയയിലൊക്കെയാണ് നല്ലതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളത്. അപ്പം നമുക്ക് അവിടെ തന്നെ കൂടുതൽ തക്കാളി ഇട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 സെക്കൻഡ് അത്ര മതി, ഒരുപാട് ടൊരയ്ക്കണ്ട കേട്ടോ. നമുക്ക് തക്കാളി ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഒരു നീര് ഫേസിലോട്ട് നല്ലതുപോലെ കിട്ടുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാവേ. എൻ്റെ മോനും ഇവിടെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. അതൊരു കൈ ഇടയ്ക്കോട്ട് വന്നത്. ഓക്കെ, നമ്മളിപ്പോൾ 2-3 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വരാം കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ഞാനിപ്പം ഒരു തുണി ഇവിടെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിട്ടൊന്ന് തുടച്ച് കാണിക്കാവേ.
അപ്പം നമ്മുടെ സ്ക്രബ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് കാണിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന സാധനം വെച്ചിട്ട് തന്നെ കാണിക്കുന്നത് കേട്ടോ. ഫേഷ്യൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, ഒരുപാട് സാധനങ്ങൾ വാങ്ങണമെന്നൊന്നും. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ രണ്ട് സ്ക്രബ് കഴിഞ്ഞു, നമ്മുടെ ഫേസ് ഞാൻ നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മസാജിങ് ക്രീം റെഡിയാക്കാം. അതിനകത്ത് നമ്മൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു മുറി തക്കാളി ഉണ്ടല്ലോ, ഇത് നമുക്ക് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് ഫുള്ളെടുക്കാവേ. ഇതിൻ്റെ നീര് ഫുള്ളെടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ ഒരു ശകലം മതിയേ. കസ്തൂരി മഞ്ഞൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പൊടിപ്പിക്കുന്ന മഞ്ഞളുണ്ടല്ലോ, അത് നല്ലതാണെന്ന് ഉണ്ടെങ്കിൽ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സ്വല്പം കസ്തൂരി മഞ്ഞളും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഇത് നമ്മുടെ മസാജിങ് ക്രീമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ ക്യാമറ ഫോണൊന്ന് നീക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാലൻസ് നമ്മുടെ കഴുത്തിലൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യാവേ. ഇനി നമ്മുടെ ഈ കൈയുടെ ടിപ്പ് വെച്ചിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ സൈഡ്, നെറ്റി നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ ഏരിയ, നമ്മുടെ ഈ മസാജിങ്ങിലിരിക്കുന്ന നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ എന്തുമാത്രം നമ്മുടെ ഫേസിലോട്ട് ചെന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി കേട്ടോ. നല്ല പോലെ ഒന്ന് മസാജിങ് കൊടുത്തിട്ട് നമുക്കൊന്ന് കഴുകാവേ. കണ്ടോ, നല്ലൊരു നല്ലൊരു മസാജിങ്ങാണ്. നമ്മുടെ ഈ മഞ്ഞപ്പൊടിയും കസ്തൂരി മഞ്ഞളും നമ്മുടെ തക്കാളിയും കൂടെ ഉള്ളത് നല്ലൊരു മസാജിങ്ങാണ്. നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, ഞാൻ ഫോൺ ഒന്നുകൂടെ ഒന്ന് അടുത്ത് വെക്കാവേ. കണ്ടോ, നല്ലൊരു ഇപ്പം നല്ലതുപോലെ കാണാമായിരിക്കില്ലേ. കണ്ടോ, നല്ലൊരു മസാജിങ് നമ്മൾ ഇപ്പം കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ സ്ക്രബ് കഴിഞ്ഞു, ക്ലെൻസ് ഫസ്റ്റ് നമ്മൾ കഴുകി, സ്ക്രബ് കഴിഞ്ഞു, പിന്നെ നമ്മൾ മസാജിങ് ക്രീം റെഡിയാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു പായ്ക്കാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് പായ്ക്ക് കേട്ടോ. അതും വളരെ സിമ്പിളായിട്ടുള്ളൊരു പായ്ക്ക് കേട്ടോ. പായ്ക്കുള്ള സാധനങ്ങൾ ഞാൻ റെഡിയാക്കി കാണിക്കാം. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പായ്ക്ക് കേട്ടോ. അതിന് നമ്മൾ വേറൊരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്നര തക്കാളിയോടെ ആവശ്യമുണ്ട് കേട്ടോ. അതേ ഉള്ളൂ. അത് നമ്മൾ നീര് എടുക്കുക. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ തക്കാളിയാണ്. തക്കാളിയുടെ നീര് അങ്ങോട്ട് എടുക്കുക. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ, നല്ലപോലെ നീര് കിട്ടും. അതുകൊണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടിയാണ്.
നമ്മുടെ പായ്ക്ക് റെഡിയാക്കാനുള്ള സാധനമാണ് നമ്മുടെ അരിപ്പൊടി. അത് നമ്മുടെ പായ്ക്ക് എത്രത്തോളം വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത്രയും നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി എന്നൊക്കെ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ തരുന്ന ബ്രൈറ്റനിങ്, പെട്ടെന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഉപയോഗിക്കും. പിന്നെ ഒരു പിഞ്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുക, ഒരു പിഞ്ച്. ഇത്രയും സാധനം മതി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വേറെ സിമ്പിളായിട്ടുള്ളൊരു ഫേഷ്യലാണ്. നമ്മുടെ അരിപ്പൊടിയും നമ്മുടെ മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ തക്കാളിയുടെ ജ്യൂസും നമ്മുടെ സൂപ്പർ ഒരു ഫേസ് പാക്കാണ് ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പം തക്കാളിയുടെ ജ്യൂസ് വേണമെങ്കിൽ നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കരുത് കേട്ടോ. തക്കാളിയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് കുഴച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഡ്രൈ ആവുന്ന ആ ഒരു ടൈം ആകുമ്പം അതിപ്പോൾ നല്ലതുപോലെ ആയിട്ടുണ്ട്, നമുക്ക് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളും എഫക്റ്റീവായിട്ടുള്ളൊരു ഫേഷ്യൽ ഇവിടെ കഴിഞ്ഞു. ഇത് നമ്മൾ വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആകുമ്പോൾ കഴുകാവേ. ഞാനിത് ഡ്രൈ ആകുമ്പോൾ നിങ്ങളെ ലൈവായിട്ട് തന്നെ കഴുകി കാണിച്ചു തരാം എത്രത്തോളം ഈ ഒരു തക്കാളി കൊണ്ടുള്ള ഒരു ഫേഷ്യൽ. അതും സിമ്പിളായിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിനകത്ത് ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല. തക്കാളി നമ്മുടെ വീട്ടിൽ കാണും. പിന്നെ നമുക്ക് മഞ്ഞൾ, അരിപ്പൊടി, പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫേഷ്യൽ കാണിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഫേഷ്യലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയിട്ട് കഴുകി കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഫേസ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കഴുകി കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഒന്ന് മസാജ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഇടയ്ക്ക് വീഡിയോ ഒന്ന് കട്ടായിപ്പോയതാണ്. നമ്മൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യാം. കണ്ടോ, നല്ലൊരു റിസൾട്ടാണ്. നിങ്ങൾ വീട്ടിൽ അത്യാവശ്യമായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫേഷ്യലാണ് ഇത്. നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മുടെ ഫേസിന്. പെട്ടെന്ന് തന്നെ നമുക്കൊരു തിളക്കവും ഒരു ലൈറ്റനിങ്ങും പിന്നെ നമ്മുടെ ഒരു എന്താ പറയട്ടെ നല്ലൊരു മാറ്റമാണ്. ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകട്ടെ കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് കഴുകിയിട്ട് വരാവേ. ഞാൻ ഫേസ് നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്, ഫേസും നെക്കും ഒക്കെ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമുക്ക് വലിയ ചിലവില്ലാതെ, സീറോ കോസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും, അതുപോലെ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു തക്കാളി കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ.